നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സന്ദീപിന്റേത് കസ്റ്റഡി മരണമെന്ന ആരോപണത്തിൽ ഉറച്ച് BJP. ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. IG മഹിപാൽ യാദവ് കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. മിക്ക കടകളും അടഞ്ഞുകിടന്നു. സംഘർഷം ഒഴിവാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതീവ ജാഗ്രതയോടെ പോലീസ്. വിഷുവിനെ വരവേൽക്കുവാൻ കൈത്തറി മേളയുമായി ജില്ലാ വ്യവസായ കേന്ദ്രം. മേള പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്. ഉത്തര മലബാറിലെ ആദ്യ റൈഡേഴ്സ് ക്ലബിന് തായലങ്ങാടിയിൽ തുടക്കം. യാഫ റൈഡേഴ്സ് ക്ലബ് പ്രമുഖ വനിതാ റൈഡർ PN സൗമ്യ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളമില്ലാതെ പെരുന്തോൾ പട്ടികവർഗ കോളനിയിലെ കുടുംബങ്ങൾ. ഏക ആശ്രയമായിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായി. വിഷുവിന് സദ്യ ഒരുക്കുവാൻ ചക്കപ്പപ്പട നിർമ്മാണം തകൃതി. പപ്പടം വിപണിയിലെത്തിക്കുന്നത് സൗഭാഗ്യ കുടുംബശ്രീ കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. ഓട്ടോ ഡ്രൈവറും BMS പ്രവർത്തകനുമായ സന്ദീപിന്റെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്ന ആരോപണത്തിൽ BJP നേതാക്കൾ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉന്നതതല സംഘം അന്വേഷണം ആരംഭിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഹസൈനാറിനാണ് അന്വേഷണ ചുമതല. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ IG മഹിപാൽ യാദവ് കാസർഗോഡ് എത്തി. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി സന്ദീപിന്റെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. 10 ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം. കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ RDO ഡോക്ടർ PK ജയശ്രീ, കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രാജശ്രീ, ഡെപ്യൂട്ടി തഹസീൽദാർ ജയരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം ശനിയാഴ്ച ഉച്ചയോടെയാണ് സന്ദീപിന്റെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത്. കഴിഞ്ഞ ദിവസം ബീരന്തബേലിൽ ഒരു പറ്റം യുവാക്കൾ ബഹളം വെക്കുന്ന എന്ന പരാതിയെ തുടർന്നാണ് SI അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ സന്ദീപിനെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവരുമായി ജീപ്പിൽ സ്റ്റേഷനിലേക്ക് മടങ്ങവേ സന്ദീപിന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടെന്നും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചെന്നാണ് പോലീസിന്റെ ഭാഷ്യം. കസ്റ്റഡി മരണമാണെന്ന ആരോപണത്തെ തുടർന്ന് ടൗൺ SI അജിത് കുമാറിനെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. ASI KR അമ്പാടിക്കാണ് ചുമതല. ഓട്ടോ ഡ്രൈവർ സന്ദീപിന്റെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നാരോപിച്ച് BJP കാസർഗോഡ് മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. നഗരത്തിലെ മിക്ക കടകളും അടഞ്ഞുകിടന്നു. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. സർക്കാർ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ ജോലിക്കെത്തിയില്ല. നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെ ഹർത്താൽ അനുകൂലികൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പോലീസ് മർദ്ദനം മൂലമാണ് സന്ദീപ് മരിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും BJP നേതാവ് P രമേശൻ പറഞ്ഞു. പോലീസിൻ്റെ ഭരണകൂട ഭീകരത അതാണ് കാസർഗോഡ് ഇപ്പോൾ നടക്കുന്നത്. അത് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പോലീസിനെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുന്നതാണ്. അവരുടെ പ്രസ്താവനകൾ, കഴിഞ്ഞ കുറേ ദിവസത്തെ പ്രസ്താവനകൾ പോലീസിനെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ചതല്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ അപക്വമായ പ്രസ്താവനയുടെ ഫലമായിട്ടാണ് പോലീസ് ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഇന്നലത്തെ ആ പൗരൻ്റെ മരണത്തിനും കാരണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ അപക്വമായ പ്രസ്താവനയാണെന്ന് BJP ആരോപിക്കുകയാണ്. അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതിനും അനുമതിയില്ലാതെ ഉപരോധം നടത്തിയതിനും BJP നേതാക്കൾ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് ടൗൺ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിഷു പ്രമാണിച്ചുള്ള കൈത്തറിമേള കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രമാണ് കൈത്തറി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 13 വരെ മേള തുടരും. നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം മേള ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിൽ വളരെ വിപുലമായി വ്യവസായ സംരംഭകരുമായി ഇതിനേക്കാളും കൂടുതൽ സ്റ്റാളുകളിട്ട് വളരെ വിപുല രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു.
അതിൽ നല്ല പ്രോത്സാഹനം കിട്ടിയതിൻ്റെ ഭാഗമായാണ് വീണ്ടും ഇവർ ഇവിടെ തന്നെ ഞങ്ങളെ സമീപിച്ച് സ്ഥലം ആവശ്യപ്പെടുകയും അതിനുള്ള അനുമതി നഗരസഭ കൗൺസിൽ നൽകുകയും. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ബി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വ്യവസായ കേന്ദ്രത്തിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓമന നൈനാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വി കൃഷ്ണകുമാർ, PN പ്രദീപ് കുമാർ, K പ്രസന്നൻ, രമേശ്, മാധവ ഹെരാള, രാമചന്ദ്രൻ, KK ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പുതിയ കാലത്തെ വേഗതയ്ക്കൊപ്പം ചുവട് വെക്കുകയാണ് കാസർകോട്ടെ യുവാക്കൾ. ഉത്തര മലബാറിലെ ആദ്യ റൈഡേഴ്സ് ക്ലബിന് തായലങ്ങാടിയിൽ തുടക്കം. പ്രമുഖ വനിതാ ബുള്ളറ്റ് റൈഡർ PN സൗമ്യ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്തര കേരളത്തിലെ ആദ്യത്തെ റോയൽ എൻഫീൽഡ് റൈഡേഴ്സ് ക്ലബ് പ്രശസ്ത റൈഡർ PN സൗമ്യ ഉദ്ഘാടനം ചെയ്തു. യഫ തായലങ്ങാടിയുടെ നേതൃത്വത്തിൽ റൈഡേഴ്സിന്റെ സൗഹൃദ കൂട്ടായ്മയാണ് സംഘാടകർ. റെയിൽവേ സ്റ്റേഷൻ റോഡ് തായലങ്ങാടി ജംഗ്ഷനിൽ ക്ലബ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജ്യാന്തര കാറോട്ട വിദഗ്ധൻ മൂസ ഷെരീഫ്, രാജ്യാന്തര റൈഡർമാരായ KH ജാഫർ, മനീഷ്, ഹൈദർ, പവി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. യഫ റൈഡേഴ്സ് പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ബാവിക്കര സ്വാഗതവും അൻവർ നന്ദിയും പറഞ്ഞു. യുവാക്കളുടെ ചിന്തയും ഊർജവും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ ഇത്തരം ഉദ്യമങ്ങൾക്ക് കഴിയുമെന്ന് രാജ്യാന്തര റൈഡർമാരായ മൂസ ഷെരീഫ്, സൗമ്യ PN, KH ജാഫർ എന്നിവർ അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ബൈക്കേഴ്സിന് വലിയൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം റൈഡിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ മറ്റു മോശം കാര്യങ്ങളിലേക്ക് യുവാക്കൾ ചെന്നെത്താതെ, അതായത് നല്ലൊരു റൈഡറായിട്ട് ഒരു റൈഡിങ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു ചേർന്നതോടെ വലിയൊരു സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്. യുവാക്കളാണ് മെയിനായിട്ട് ഇതിന് പുറകിലുള്ളത്. അപ്പോൾ അവരുടെ എനർജി, ഒരു എന്തൂസിയാസം അത് അവർ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്പോർട്സ്, കല, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ശരിക്കും അവരുടെ എനർജി യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റട്ടെ. ഇതുപോലുള്ള റൈഡിങ് കാസർഗോഡിലെ യൂത്ത്സിന് ഒരു കൂടുതൽ കാസർഗോഡല്ലാതെ വേറെ നല്ല നല്ല സ്ഥലം കാണാനും നല്ല സേഫായിട്ട് വണ്ടി ഓടിക്കാനും കൂടുതൽ ആൾക്കാരെ മിംഗിളാകാനുള്ള ഒരു അവസരമാണ്. അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്ന പുതിയ കാലത്തിന്റെ ജീർണതയെ മറികടക്കാൻ അതിരുകളില്ലാത്ത യാത്രകൾ യുവത്വത്തെ പ്രാപ്തമാക്കുന്നു. ഉയർന്ന ചിന്തയും മികച്ച സംഘടനയും കൊണ്ട് യഫ റൈഡേഴ്സ് മാതൃകയാകും എന്ന് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് ഡെസ്ക് KCN. കുടിവെള്ളമില്ലാതെ കോളനി നിവാസികൾ ദുരിതത്തിൽ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പെരുന്തോൾ പട്ടികവർഗ കോളനിയിലെ കുടുംബങ്ങൾക്കാണ് ഈ ദുര്യോഗം. കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കുടിവെള്ളത്തിനായി കോളനിക്കാർ നെട്ടോട്ടമോടുകയാണ്. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 13-ാം വാർഡിലെ പെരുന്തോൽ പട്ടികവർഗ കോളനി വാസികളാണ് കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി അലയുന്നത്. 22ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ വെള്ളത്തിനായി ഒരു കുഴൽക്കിണറുണ്ട്. ഇവിടെ സ്ഥാപിച്ച പമ്പ് പ്രവർത്തനരഹിതമായതാണ് കുടുംബങ്ങൾക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ 8 മാസമായി പമ്പ് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ഇപ്പോൾ വേനൽ കനത്തതോടെ കുടിവെള്ളത്തിനായി അലയുകയാണ് കോളനിയിലെ കുടുംബങ്ങൾ. പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ മോട്ടോർ സ്ഥാപിച്ചത്. പമ്പ് കേടായതോടെ പ്രശ്നം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ ബോധ്യപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല. തുടർച്ചയായി ബന്ധപ്പെട്ടവർ അവഗണിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇവർ. ഞങ്ങളുടെ കോളനിയിൽ ഒരു 8 മാസത്തോളം കുടിവെള്ള പ്രശ്നം ഭയങ്കരമായിട്ടാണ്. ഞങ്ങൾക്ക് ആകെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായത് ട്രൈബൽ വിഭാഗത്തിന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ഒരു കുഴൽക്കിണറും അതിനോടനുബന്ധിച്ചൊരു ജലസംഭരണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ 8 മാസത്തോളമായി അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോട്ടറ്, പിന്നെ വാൾവ് ഇതെല്ലാം കേടായിട്ടാണുള്ളത്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയും പഞ്ചായത്ത് തലത്തിലും പിന്നെ ബ്ലോക്ക് തലത്തിലെല്ലാം ബന്ധപ്പെട്ടിരുന്നു. ഓരോ ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കിയില്ല. മെമ്പറോടും കാര്യം പറഞ്ഞിരുന്നു. എല്ലാ വികസന സെമിനാറിലെല്ലാം ഞങ്ങൾ കോളനിയുടെ കാര്യം നിരന്തരമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഒന്നും പഞ്ചായത്തോ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗങ്ങളോ നമ്മുടെ ബ്ലോക്ക് തലത്തിലോ ജില്ലാ പഞ്ചായത്ത് തലത്തിലോ ഒന്നും ഞങ്ങൾക്കൊരു സഹായം ചെയ്തിട്ടില്ല ഇതുവരെയും. വിഷുവിന് സദ്യ ഒരുക്കുവാനുള്ള ചക്കപ്പപ്പട നിർമ്മാണം ചെറുവത്തൂർ പൊന്മാലത്ത് പൊടിപൊടിക്കുന്നു. കുടുംബശ്രീ കൂട്ടായ്മയായ സൗഭാഗ്യയാണ് ചക്കപ്പപ്പടം വിപണിയിലെത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കുടുംബശ്രീ ചന്ത വഴി ചക്കപ്പപ്പടം ജനങ്ങളിലേക്ക് എത്തിക്കും. ചക്കപ്പപ്പടം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ചെറുവത്തൂർ പൊന്മാലത്തെ സൗഭാഗ്യ കുടുംബശ്രീയിലെ 20 അംഗ കൂട്ടായ്മയാണ്.
വിഷുവിപണി തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നാണ് പപ്പടം നിർമ്മിക്കാനുള്ള ചക്കകൾ ശേഖരിച്ചത്. ചെലവ് കുറഞ്ഞ രീതിയിൽ സ്വാദിഷ്ടമായ പപ്പടമാണ് തയ്യാറാക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ചക്ക കുറേ മൂത്തിട്ട് പോയി പോന്ന്, അതാണ് തുടക്കം. ഇപ്പോൾ ഒരു 8 ചക്ക ഇന്ന് ഞങ്ങൾ മുറിച്ച് ഈ പണിയെടുത്തു. അപ്പോൾ എണ്ണ രാവിലെ 7 മണിക്ക് തുടങ്ങി. എണ്ണ ഇപ്പോൾ എത്ര ഉണ്ടാവും എണ്ണി നോക്കിയാലേ അറിയില്ല എത്ര എണ്ണ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പാക്കറ്റാക്കിയിട്ട് വിഷുവിന് കുടുംബശ്രീയുടെ ഇതിൽ ചന്തയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നും ചക്ക കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും ആഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ആക്കണം എന്നാണ് ഞാൻ എൻ്റെ കുടുംബശ്രീക്കാരോട് പറയുന്നത്. മൂത്ത ചക്ക കൊത്തിയെറിഞ്ഞ് ചുളകൾ വേർതിരിച്ചെടുക്കലാണ് ആദ്യത്തെ ജോലി. പിന്നീട് ഇവ ആവിയിൽ വേവിച്ച് ഉപ്പ്, മുളക്, ജീരകം, എള്ള് എന്നിവ ചേർത്ത് അരച്ചെടുക്കും. ഉരുളകളാക്കി പദം വരുത്തിയ ശേഷമായിരിക്കും പരത്തിയെടുക്കുന്നത്. വെയിലിൽ ഉണക്കിയെടുക്കുന്നതോടെ ചക്കപ്പപ്പടം തയ്യാർ. പാക്ക് ചെയ്ത ചക്കപ്പപ്പടം വിഷുക്കാലത്ത് കുടുംബശ്രീ ചന്ത വഴി വിപണിയിലെത്തിക്കും. കുടിവെള്ളം വിതരണം ചെയ്യാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം. പുല്ലൂർ പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുടിവെള്ളക്ഷാമം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും പുല്ലൂർ പെരിയയിൽ കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് റവന്യൂ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത്. കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. KPCC നിർവാഹക സമിതി അംഗം P. ഗംഗാധരൻ നായർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെ സമരം നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് സാന്ദർഭിക വെച്ചാൽ പറഞ്ഞാണ് അറിയാം. കാരണം വെച്ചാൽ ഒരു പെൻഷൻ കൊടുത്തു കൊടുക്കുകയാണെങ്കിൽ കാണേണ്ട കാര്യമൊന്നുമില്ല. 60 വയസ്സായോ കൊടുക്കണം, അതാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് വീണ്ടും കൊടുക്കാൻ പോകുകയാണ്. വീണ്ടും നോക്കാം എന്തായാലും. അപ്പോൾ ഞാനിത് ഇതിനായിട്ട് വ്യക്തിയോട് പറഞ്ഞപ്പോൾ വീണ്ടും കൊടുക്കും, പിന്നെ നമുക്ക് ആലോചിക്കാം, ശരി ആലോചിക്കാം, കൊടുക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഭരണം പഞ്ചായത്തിന് വേണ്ടിയാണ്. നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തോളം നല്ല വലിയ വരുമാനമുണ്ട്, നല്ല വരുമാനമുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട്, എത്ര ഓഫീസ് വന്ന് വേണ്ടി പോകും, കാശ് കൊടുക്കില്ലേ? മുൻപത്തെ പോലെയാണോ? ഞാൻ വരുമാനം വളരെ തുച്ഛമാണ്. DCC ജനറൽ സെക്രട്ടറി ഗീതാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് T. രാമകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ C. കൃഷ്ണകുമാർ, C. ശശിധരൻ, K. കുമാരൻ, കോൺഗ്രസ് നേതാക്കളായ KV ഗോപാലൻ, അഡ്വക്കേറ്റ് PVC നായർ, P. പരമേശ്വരൻ, ഭാസ്കരൻ കായക്കുളം, പ്രമോദ് പെരിയ, K. കല്യാണി, KV ചവണിയൻ, ഭാസ്കരൻ ചാലിങ്കാൽ, KV ഗംഗാധരൻ, അഗസ്റ്റിൻ, ഗീതാനാരായണൻ, KSU ജില്ലാ സെക്രട്ടറി ശ്രീരാജ് കല്യോട്ട്, നാരായണൻ കൂടാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സദ്ഗുരു സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ടെക് ഫെസ്റ്റിന് സമാപനം. പ്രദർശനം കാണാൻ 100 കണക്കിന് വിദ്യാർത്ഥികൾ എത്തി. സദ്ഗുരു സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ട്രാക്ടസ് 2K17 സമാപിച്ചു. മറ്റ് ഫെസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തവണ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി ബ്രിഡ്ജ് മേക്കിംഗ്, ഷൂട്ട് ഔട്ട്, ടെക്നിക്കൽ ഫാഷൻ ഷോ, ബിൽഡിംഗ് മോഡൽ മേക്കിംഗ്, സ്പോട്ട് ഫോട്ടോഗ്രാഫി, കാർഡ് ഡ്രോയിങ് തുടങ്ങി ഒട്ടേറെ പ്രദർശനങ്ങൾ നടന്നു. നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ടെക് ഫെസ്റ്റിന്റെ വിജയത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സദ്ഗുരു സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി PS ഗോപിക പറഞ്ഞു. നമ്മളിവിടെ ഒരു ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു ടെക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ട്രാക്ടർ 2K17 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ട്രാക്ടസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു സാമൂഹ്യ ചിത്രരചനയും സ്ത്രീകൾക്കും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനോട് ആദ്യം തന്നെ പ്രാരംഭം കുറിച്ചത്. ഒരു പതിവ് ടെക് ഫെസ്റ്റുകളുടെ പ്രൊമോഷൻ വീഡിയോകളിൽ നിന്നും പ്രൊമോഷൻ പരിപാടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സാമൂഹ്യ ബോധം വളർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു നല്ല പ്രവർത്തനത്തിലൂടെ തന്നെ ഈ ഒരു ടെക് ഫെസ്റ്റിന് ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സംരംഭത്തിനൊരു സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ പ്രദർശനം കാണാൻ എത്തിയിരുന്നു. സാങ്കേതിക രംഗത്ത് രാജ്യം നേരിടുന്ന പുരോഗതിയുടെ നേർപ്പകുപ്പുകളുടെ പ്രദർശനവും ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമ്മേളനത്തിന് ഏപ്രിൽ 8-ന് തുടക്കമാവും. 9-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ യുവജന പ്രകടനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് ഏപ്രിൽ 8-ന് കാഞ്ഞങ്ങാട്ട് തുടക്കമാവും. പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് T. ഷാക്കിർ പതാക ഉയർത്തും.
പ്രതിനിധി സമ്മേളനം ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിലെ വിവിധ സെഷനുകളിൽ MK മുഹമ്മദ് അലി, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന, P മുജീബ് റഹ്മാൻ, ഷിഹാബ് പൂക്കോട്ടൂർ, PP അബ്ദുറഹ്മാൻ പെരിങ്ങാടി, ബഷീർ മുഹ്യുദ്ദീൻ, EM മുഹമ്മദ് അമീൻ, മുഹമ്മദ് ഷമീം തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ആനുകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശകലന വിധേയമാക്കുന്ന ആവിഷ്കാരങ്ങൾ യുവജന റാലിയിലുണ്ടാകും. ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ കോളമിസ്റ്റും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ അപൂർവാനന്ദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 3000 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച കാഞ്ഞങ്ങാട് നഗരത്തിൽ വമ്പിച്ച യുവജന പ്രകടനം നടത്തും. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ ദൃശ്യവൽക്കരിക്കുന്ന പ്ലോട്ടുകളുടെ അകമ്പടിയോടെയാണ് പ്രകടനം. ഷിഹാബുദ്ദീൻ പൊയ്തുംകടവ് രചിച്ച മതഭ്രാന്തൻ എന്ന കഥയുടെ നാടകാവിഷ്കാരം പൊതുസമ്മേളന വേദിയിൽ നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് T ഷാക്കിർ, സംസ്ഥാന സെക്രട്ടറി ഹമീദ് സാലിം, TJ ഫവാസ്, CA യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഏപ്രിൽ 9-ന് കാഞ്ഞങ്ങാട് P സ്മാരക മന്ദിരത്തിൽ വെച്ച് നടക്കും. കൺവെൻഷന്റെ ഭാഗമായി സ്നേഹാദര സംഗമവും വനിതാ സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഏപ്രിൽ 9-ന് മഹാകവി P സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൺവെൻഷന്റെ ഭാഗമായി സ്നേഹാദരം സംഗമവും വനിതാ സംഗമവും സംഘടിപ്പിക്കും. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിന്റെ കാസർഗോഡ് ജില്ലയിൽ AKBFന്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിന് ഏപ്രിൽ 9-ാം തീയതി കാഞ്ഞങ്ങാട് P സ്മാരകത്തിൽ സ്നേഹാദര സംഗമം, വനിതാ സംഗമവും തരംഗ് ക്ലബ്ബ് രൂപീകരണവും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ E ചന്ദ്രശേഖരൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. കൺവെൻഷനിൽ വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 250ഓളം മെമ്പർമാർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ YMC ചന്ദ്രശേഖരൻ, KV ഗംഗാധരൻ, P രാജു, അസ്നാർ നുള്ളിപ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. കൈതക്കാട് ഗുളികൻ ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം മെയ് 6-7 തീയതികളിലായി നടക്കും. ദാനത്തിന് തയ്യാറാക്കിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് മതസൗഹാർദ്ദ വേദിയായി മാറി. മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ മറ്റു പ്രദേശങ്ങൾക്ക് കൂടി മാതൃകയായ കൈതക്കാട്ടെ ഗുളികൻ ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവവും നാടിന്റെ ഉത്സവമായി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഉത്സവ പരിപാടികൾക്ക് മുന്നോടിയായി നടന്ന ഒരു വിളവെടുപ്പ് ചടങ്ങിൽ തന്നെ അത് പ്രകടമായി. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിന്റെ ആവശ്യത്തിന് നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പും മതസൗഹാർദ്ദ വേദിയായി മാറി. ജമാഅത്ത് പ്രസിഡന്റ് MC ഇബ്രാഹിം ഹാജിയാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. V നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TK ഫൈസൽ, മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സന്ദീപിന്റേത് കസ്റ്റഡി മരണമെന്ന ആരോപണത്തിൽ ഉറച്ച് BJP. ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. IG മഹിപാൽ യാദവ് കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലത്തിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. മിക്ക കടകളും അടഞ്ഞുകിടന്നു. സംഘർഷം ഒഴിവാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതീവ ജാഗ്രതയോടെ പോലീസ്. വിഷുവിനെ വരവേൽക്കുവാൻ കൈത്തറി മേളയുമായി ജില്ലാ വ്യവസായ കേന്ദ്രം. മേള പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്. ഉത്തര മലബാറിലെ ആദ്യ റൈഡേഴ്സ് ക്ലബിന് തായലങ്ങാടിയിൽ തുടക്കം. യാഫ റൈഡേഴ്സ് ക്ലബ് പ്രമുഖ വനിതാ റൈഡർ PN സൗമ്യ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളമില്ലാതെ പെരുന്തോൾ പട്ടികവർഗ കോളനിയിലെ കുടുംബങ്ങൾ. ഏക ആശ്രയമായിരുന്ന കുഴൽക്കിണർ പ്രവർത്തനരഹിതമായി. വിഷുവിന് സദ്യ ഒരുക്കുവാൻ ചക്കപ്പപ്പട നിർമ്മാണം തകൃതി. പപ്പടം വിപണിയിലെത്തിക്കുന്നത് സൗഭാഗ്യ കുടുംബശ്രീ കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.